എല്ലാവർക്കും തേമ്പ്ര ഗാർഡന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ മഴക്കാലത്തെ ഡെഡ് ഹെഡിങ്ങിനെ പറ്റിയാണ്. കൂടുതൽ പൂക്കൾ ലഭിക്കാനും ചെടിയുടെ രൂപഭംഗി നിലനിർത്താനും ചില സമയങ്ങളിൽ വളർച്ച ക്രമീകരിക്കാനുമായി പൂക്കൾ, പൂമൊട്ടുകൾ, വിരിഞ്ഞു കഴിഞ്ഞ പൂക്കൾ എന്നിവയെ നീക്കം ചെയ്യുന്നതിനെയാണ് ഡെഡ് ഹെഡിങ് എന്ന് പറയുന്നത്. തുടർച്ചയായി മഴയുള്ള സമയത്ത് പൂക്കാൻ അനുവദിക്കാത്തതാണ് നല്ലത്. പൂക്കളിൽ വെള്ളം കെട്ടി നിൽക്കുകയും അത് ഫംഗൽ ഇൻഫെക്ഷനുകൾ ഉണ്ടാക്കുകയും ചെയ്യും. പൂവിതളുകളുടെ താഴ്ഭാഗത്തെ ഹിപ്പ് എന്നാണ് വിളിക്കുന്നത്, അതായത് വിത്തുകൾ ഉണ്ടാകുന്ന ഭാഗം. ഇത് നിലനിർത്തിയിരുന്നാൽ ഇതിൽ നിന്നുള്ള ഹോർമോണുകൾ ചെടിയോട് കൂടുതൽ പോഷകങ്ങൾ ആവശ്യപ്പെടുകയും വിത്തുകൾ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആ ചെടിയുടെ പോഷകങ്ങൾ വീണ്ടും പൂക്കാനായോ അല്ലെങ്കിൽ പുതിയ ശിഖരങ്ങൾ ഉണ്ടാക്കാനായോ ചിലവഴിക്കുകയില്ല. അവിടെ വെച്ചാണ് മഴക്കാലത്ത് ഒടിച്ചെടുക്കാൻ നല്ലത്. കാരണം പൂ വരുന്ന തണ്ടിന്റെ ഭാഗം തനിയെ വേർപെട്ടു പോകാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ മുകൾ ഭാഗം ഒടിക്കുമ്പോൾ തന്നെ ആ പ്രോസസ്സ് സ്റ്റാർട്ടാകും. അങ്ങനെ വരുമ്പോൾ അവിടെ തുറന്ന മുറിവുണ്ടാകത്തില്ല. തുറന്ന മുറിവിലൂടെയാണ് എപ്പോഴും ചെടിയിൽ ഇൻഫെക്ഷനുകൾ വരുന്നത്. മാത്രമല്ല, ഒടിച്ച ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടായാലും പ്രധാന തണ്ടിലെത്തും മുമ്പേ തന്നെ ആ ഭാഗം പൊഴിഞ്ഞുപോയി കഴിയുകയും ചെയ്യും. അപ്പം ഇതാണ് ഡെഡ് ഹെഡിങ് എന്ന് പറയുന്നത്. കണ്ട, ഇനി മൊട്ട് നമ്മൾ പറിക്കുമ്പോഴത്തേക്കും ആ മൊട്ടിനകത്ത് ഇതുപോലെ നിറം വന്ന് കഴിയണം. നിറം എന്ന് പറഞ്ഞാൽ ഇതളിന്റെ നിറം പുറത്ത് വന്ന ശേഷമാണ്, ആ പരുവത്തിലാണ് നമ്മളൊരു മൊട്ട് പൊട്ടിക്കേണ്ടത്. കണ്ടോ, ഇതിപ്പോ ചുവപ്പ് കളറ് വെളിയിൽ വന്നു കഴിഞ്ഞു. അതിന് മുന്നേ ആയിട്ട് നമ്മൾ പറിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചെടിയുടെ മണ്ട വളരെ സോഫ്റ്റ് ആണ്, വളരെ ദുർബലമാണ്. അപ്പൊ അതിന് ചതവുകളും മറ്റും ഉണ്ടാവും. കണ്ടോ, ഇതിപ്പം ഞാൻ ഇന്ന് ഡെഡ് ഹെഡ് ചെയ്ത പൂക്കളും മൊട്ടും ഒക്കെയാണ്. ഈ മുട്ടകൾ നോക്കിയാൽ കാണാം മിക്കതും ഈ മൈറ്റിൻ്റെയൊക്കെ ആക്രമണം കാരണം വളർച്ച എല്ലാം മുരടിച്ച സാധനങ്ങളുമാണ്. അപ്പൊ അത് നിർത്തിയിരുന്നാലും വിരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പൂക്കൾക്ക് ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ചെടിയുടെ അത്രയും ആരോഗ്യം പോവും എന്നുള്ളതല്ലാതെ അത് നിർത്തുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നമുക്ക് ചെടിയെ ഒത്തിരി പരിചരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിലും ചെടി പൂക്കാൻ അനുവദിക്കാത്തതാണ് നല്ലത്. അപ്പൊ അതിന്റെ പോഷകങ്ങൾ അതിനെ സംരക്ഷിച്ച് നിലനിർത്താൻ പറ്റും. ചെടിയുടെ ആയുസ് അങ്ങനെ നമുക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് പറ്റും. പൂക്കും തോറും അടുത്ത തലമുറ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ അത് പൂക്കുന്നത്. അപ്പൊ ആ ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ ചെടിക്ക് ആയുസ് കുറയും. ഇത് മഴയില്ലാത്ത സമയത്ത് എങ്ങനെ മുറിച്ച് കളയും എന്നുള്ളതാണ്. ആ സമയത്ത് നമുക്ക് മൊട്ടന്റെ അവിടുന്ന് ഓടിക്കേണ്ട കാര്യമില്ല. കാരണം ഡ്രൈ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ കാലാവസ്ഥയിൽ ഈ ഫംഗസുകളൊന്നും ഉണ്ടാവുകയില്ല. അപ്പൊ നമുക്ക് പ്രൂണർ ഉപയോഗിച്ച് തന്നെ അത് മുറിച്ച് കളയാൻ പറ്റും. ഇതിപ്പം ആൽക്കഹോൾ സ്വാബാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഡയബറ്റിക് ആയതുകൊണ്ട് വീട്ടിലെപ്പോഴും ഈ സാധനങ്ങളൊക്കെ കാണും. അപ്പം എളുപ്പത്തിന് വേണ്ടി ചിലപ്പോഴെങ്കിലും ഞാനതെടുത്ത് അണുനാശിന്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. നന്നായിട്ട് തുടച്ച്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെടിയിൽ ഈ ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനത്തെ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് ഒരേ പ്രൂണർ എല്ലാ ചെടിയിലും മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ അസുഖം തോട്ടം മുഴുവൻ ആവും. അതുകൊണ്ട് ഓരോ ചെടിയിലും ഉപയോഗിച്ച് കഴിയുമ്പോഴും നമ്മളത് അണുനശീകരണം നടത്തണം. ഇതിന് താഴെയായിട്ട് വെച്ച് മുറിച്ചാൽ മതി. ഇത് പ്രൂണിങ് അല്ല നമ്മൾ ചെയ്യുന്നത്.